Okay. So you can see here implementation of 2x1 multiplexer. For that, we have to declare first module name and port list, input and output. And one more thing, in behavioral modeling, you have to declare the output as register data type. Okay, so register out and always at select or A or B. That is, if there are any change in select line or input A or input B, our output will be affected. Okay, so a sensitivity list in all variables will be then beginning in the operation, that is multiplexer operation. If select equal to 1, out equal to A, else out equal to B. So this is 2x1 multiplexer using if-else statement, behavioral modeling step. Okay. Now, next another behavioral model, multi-way branching expression. That is, you C പഠിച്ചപ്പം switch എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ switch അല്ലേ, switch എന്ന് പറഞ്ഞിട്ടൊരു ഇത് കീവേഡ് പഠിച്ചിട്ടുണ്ടോ? അതായത് കുറേ else if യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് കുറച്ചുകൂടെ മൾട്ടിവേ ബ്രാഞ്ചിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കീവേഡ് ആണ് ഇവിടെ കേസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആക്ച്വലി സിയിലുള്ള സ്വിച്ച് ഉണ്ട്, സ്വിച്ച് കേസ് എന്ന് പറഞ്ഞിട്ട് കീഴിലൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഇൻ വെരിലോഗ് വി ക്യാൻ യൂസ് കേസ്. ഓക്കെ, സോ അതിന്റെ സിന്റാക്സ് കേസ് എക്സ്പ്രഷൻ, ദാറ്റ് ഈസ് കേസ് ഇൻ ബ്രാക്കറ്റ് എക്സ്പ്രഷൻ, then alternative 1, that is if the expression, നമ്മളൊരു expression ഇവിടെ എഴുതും, that expression equal to this value ആണെങ്കിൽ what should be executed, or otherwise if it is second other value then statement 2. Finally there will be a default condition, അതായത് ഈ പറയുന്ന ഒരു കേസും അല്ലെങ്കിൽ we can use the default condition, default statement. അത് വേണമെന്നില്ല, വേണമെങ്കിൽ ഇപ്പം അത്ര നമുക്കിപ്പോൾ 4 alternatives ആണെങ്കിൽ അത് മാത്രം എഴുതാം, അല്ലെങ്കിൽ ഇതൊന്നും അല്ലാത്ത കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രം ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ കൊടുക്കുക. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ കേസ്. നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഒക്കെ എഴുതുമ്പോൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത്. ഒന്നുമില്ല, നമുക്കിപ്പം സിംപ്ലി ഞാൻ പറയാം, നമുക്കൊരു ആഡർ സർക്യൂട്ട്, ഒരു ഹാഫ് ആഡർ സർക്യൂട്ട് ബിഹേവിയറൽ മോഡലിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാണ്. അപ്പൊ നമുക്ക് അവിടെ ട്രൂത്ത് ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ദർ വിൽ ബി 4 കോമ്പിനേഷൻസ് ഫോർ ഇൻപുട്ട്, റൈറ്റ്? ഹാഫ് ആഡർ ആണ് പറയുന്നത്. ഹാഫ് ആഡറിന് 2 ഇൻപുട്ട് ഉണ്ടാവും, എയും ബിയും. ഓക്കെ, so then you will be having 2 outputs, sum and carry. So ഈ ഇൻപുട്ടിന് 2-bit ഇൻപുട്ട് ആണ്, there will be 4 combinations. Okay, so 4 combinationsന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്താണ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാം. അപ്പോൾ ആ കേസിൽ we can give here case instead of expression, you can give the input values a and b, and ഇവിടെ എഴുതാം a b ന്റെ വാല്യൂ 0 0 ആണെങ്കിൽ sum equal to 0, carry equal to 0. നെക്സ്റ്റ് 0 1 ആണെങ്കിൽ സം ഈക്വൽ ടു 1, ക്യാരി ഈക്വൽ ടു 0. ആ രീതിയിൽ നിങ്ങൾക്ക് 4 കണ്ടീഷൻസും കൊടുത്തിട്ട് എന്ത് ചെയ്യാം, കോഡ് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ അതേപോലെ നമുക്ക് ഡയറക്റ്റ് ട്രൂത്ത് ടേബിളിൽ നിന്ന് ഇവിടെ എക്സ്പ്രഷനോ അല്ലെങ്കിൽ എന്താ ലോജിക് ഡയഗ്രോ ഒന്നും ഇല്ലാതെ യു ക്യാൻ ഡയറക്ട്ലി റൈറ്റ് ദ കോഡ് ഇൻ ബിഹേവിയറൽ മോഡലിംഗ്. ഓക്കെ, ഈ ഒരു എക്സ്പ്രഷൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രൂത്ത് ടേബിൾ അതേപോലെ ഇവിടെ മാപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കത് എക്സാമ്പിൾ വരുമ്പോൾ നോക്കാം. ദാറ്റ് ഈസ് അനദർ വൺ. See here you can see one example, that is the same 2x1 multiplexer. The same 2x1 multiplexer we are implementing using this case statement. That നമ്മൾ if else വെച്ചിട്ട് ഈ 2x1 multiplexerന്റെ മോഡലിംഗ് പറഞ്ഞു. Okay, that circuit can be implemented using case statement also. That is here you can see here we are using 4x1 mux. Okay, 4x1 mux. So for a 4x1 mux, as you know, there will be 4 input terminals, right? And 1 output, and there will be 2 select lines. So here we are representing input as I0, I1, I2, and I3. Okay, and select lines as S1 and S0. Okay, and output out. So this is our 4x1 multiplexer. Okay, and as you know, the function is like this. We can write our function table for 4x1 mux is, if S1 equal to 0, S0 equal to 0, out should be equal to I0.
Okay, and if S1 equal to 0 and S0 equal to 1, this will be I1. And for 1, 0, I2, and for 1, 1, it will be I3. Okay, so this is our 4x1 multiplexer logic block diagram and the function table. Now we can write the behavioral modeling for this 4x1 mux using case statement. Okay, so here you can see first we are declaring the module name, and list the input and output ports that are out is the output port, then I0, I1, I2, I3 input ports, S1 and S0 select lines that are given inside the port list. And next you have to separate inputs and output. So output out, input I0, I1, I2, I3, S1 and S0, that are the inputs. Okay, and one more thing, this step is important, that is you have to declare the output terminal as register data type. So register out. Okay, so these are the declaration part. Now coming to the code, here this is also in behavioral modeling we are using the keyword always. Okay, here it is always. Okay, then always at. So ഏതൊക്കെ ചേഞ്ച് ചെയ്യുമ്പം ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യും, ദാറ്റ് ഈസ് സെലക്ട് ലൈൻസ് ചേഞ്ച് ചെയ്യുമ്പം ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യാം, ഓർ ദ വാല്യൂസ് അറ്റ് ദ ഇൻപുട്ട് ടെർമിനൽസ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യാം. So always at in bracket you can give this S1 or S0 or I0 or I1 or I2 or I3. This can be given inside the bracket, always at. So this means if there any change in S1, S0, I0, I1, I2 or I3, the output may changes. Okay, so always at up നമ്മുടെ sensitivity list എഴുതി. Then we are using the case. Okay, case ഈ ബ്രാക്കറ്റിലാണ് എക്സ്പ്രഷൻ വേണ്ടത്. സോ ഹിയർ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ദീസ് ആർ അവർ 4 കേസസ്, that is 4 combination of values, that is S0, 0, 0, 1, 1, 0 and 1, 1. These are our cases. So അതിനു വേണ്ടി എന്താ ചെയ്യേണ്ടത്, S1, S0യിലുള്ള വാല്യൂ 0, 0 ആണെങ്കിൽ ഔട്ടിലേക്ക് ഏത് വാല്യൂ അസൈൻ ചെയ്യണം, I0യിലുള്ള വാല്യൂ അസൈൻ ചെയ്യണം. ഓക്കെ, സോ ഫോർ ദാറ്റ് ഫസ്റ്റ് നമ്മൾ എടുക്കുന്നപ്പോൾ S1, S0യിലുള്ള വാല്യൂ ആണ് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഒരു ബ്രാക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻ കോൺകാറ്റനേഷൻ ആണ്. കോൺകാറ്റനേഷൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ S1ല് 1 ഉണ്ട് എന്ന് വെച്ചോ, S0യിലും 1 ഉണ്ട് എന്ന് വെച്ചോ. അപ്പൊ ഈ കോൺകാറ്റനേഷൻ ഓപ്പറേഷൻ ഓഫ് ദാറ്റ് ഈസ് S1, S0 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് എന്ത് ചെയ്യുന്ന വെച്ചാൽ രണ്ടും കൂടെ ഒരു സിംഗിൾ വാല്യൂ ആയിട്ട് നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് ഇറ്റ് വിൽ ഗിവ് എ വാല്യൂ 1, 1. മനസ്സിലായോ? നമുക്ക് ആ രണ്ട് വാല്യൂസും കൂടെ ഒരുമിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോൺകാറ്റനേഷൻ ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നത്. ഏത് കോൺകാറ്റനേഷൻ സിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, രണ്ട് മെമ്മറി ലൊക്കേഷനുള്ള വാല്യൂസ് അല്ലെങ്കിൽ രണ്ട് വേരിയബിളിലുള്ള വാല്യൂസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമ്പൈൻ ചെയ്തിട്ട് എഴുതാൻ പറ്റും. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിന് കറക്റ്റ് ടൈമിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്ന്. 10 മിനിറ്റ് കഴിഞ്ഞു, ഇപ്പോഴും ആൾക്കാർ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇനി അറ്റൻഡൻസ് കൺസിഡർ ചെയ്യൂല. ഓക്കെ, സോ കോൺകാറ്റനേഷൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വാല്യൂസ് കമ്പൈൻ ചെയ്തിട്ട് എഴുതുക ചെയ്യുക. അതായത് രണ്ട് ലൊക്കേഷനിലുള്ള വാല്യൂസ് നിങ്ങൾ ഒരു സിംഗിൾ വാരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കിട്ടും. സോ അതാണ് ഈ ഒരു ബ്രാക്കറ്റിനെ കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ ഹിയർ വി ആർ കൺസിഡറിങ് S1, S0, ദാറ്റ് ഈസ് S1ന്റെ S0ന്റെ വാല്യൂ കമ്പൈൻ ചെയ്തിട്ട് ഒരു 2-ബിറ്റ് ഡാറ്റ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇനി ഇത് നോക്ക്, ഈ വാല്യൂ ദാറ്റ് ഈസ്, അപ്പൊ ഇതിന്റെ അകത്ത് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മുടെ ഈ പറയുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഡീറ്റെയിൽസ്, ഇത് S1ലും S0യിലുള്ള വാല്യൂസ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ റെപ്രസെന്റേഷൻ ഓർമ്മയുണ്ടോ, നമ്പർ റെപ്രസെന്റേഷൻ വെരിലോഗില് ഈ 2 ഈ ഒരു സിമ്പലും D0 ഇട്ട് എന്തായിരുന്നു മീൻ ചെയ്യുന്നത്, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? വെരിലോഗില് ആ ഒരു നമ്പർ റെപ്രസെന്റേഷൻ എന്താ മീൻ ചെയ്യുന്നത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 2' D0 എന്ന് എഴുതി കഴിഞ്ഞാല് വെരിലോഗില് ആ ഒരു നമ്പർ റെപ്രസെന്റേഷനിൽ എന്താ മീൻ ചെയ്യുന്നത്? ഓർമ്മയില്ലെങ്കിൽ ഓർമ്മയില്ല എന്ന് പറ, ഞാൻ തന്നെ പറയാം.
ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇത് കണ്ടതുപോലെ ഓർമ്മയുണ്ടോ? ഇല്ല. വെരി ഗുഡ്. നമ്പർ റെപ്രസെന്റേഷൻ ഓർക്കുന്നുണ്ടോ? ഇതിനെ കൊണ്ട് മീൻ ചെയ്യുന്നത് ഈ ഫസ്റ്റിലത്തെ 2 എന്ന് പറയുന്നത് 2 ബിറ്റ് ആണ്. ഓക്കെ. ദെൻ ഡി റെപ്രസെന്റ് ചെയ്യുന്നത് ഡെസിമൽ ആണ്. ദെൻ അത് കഴിഞ്ഞിട്ടുള്ള 0. ഇതിന്റെ മീനിങ് എന്ന് വെച്ചാൽ ഡെസിമൽ 0നെ 2 ബിറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം. ഡെസിമൽ 0നെ 2 ബിറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ എന്താ മീൻ ചെയ്യുന്നത്? ഡെസിമൽ 0 എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ബൈനറിയിലും 0 ആണ്. അതിനെ 2 ബിറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി 00. അതേപോലെ 2'D1 എന്ന് പറഞ്ഞാൽ ഡെസിമൽ 1. ഞാൻ ഈ എഴുതിയേക്കുന്ന വാല്യൂ ഡെസിമൽ ആണ്. D1 എഴുതി കഴിഞ്ഞാൽ എന്റെ മീനിങ് ഇത് എഴുതിയേക്കുന്നത് ഡെസിമൽ ആണ്. ഓക്കെ. അപ്പോൾ ഈ 1നെ എന്ത് ചെയ്യണം? 2 ബിറ്റ് ബൈനറി ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ. സോ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ബൈനറിയിൽ വെറും 1 എഴുതിയാലും ഇറ്റ് ഈസ് 1 അല്ല, ഇക്വൽ ടു ഡെസിമൽ 1. ബട്ട് 2 ബിറ്റ് റെപ്രസെന്റേഷൻ ആയതുകൊണ്ട് യു ഹാവ് ടു മേക്ക് ഇറ്റ് ലൈക്ക് ദിസ് 0 1. ഓക്കെ. ദെൻ തേർഡ് കേസ് ഡെസിമൽ 2 ആണ്. ദാറ്റ് ഈസ് 1 0. ദെൻ 3നെ എന്ത് ചെയ്യണം? 2 ബിറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ ആക്ച്വലി ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. അതായത് S1 S0യിലുള്ള വാല്യൂ 0 0 ആണെങ്കിൽ എന്ത് ചെയ്യണം? നെക്സ്റ്റ് 0 1 ആണെങ്കിൽ എന്ത് ചെയ്യണം? 1 0 ആണെങ്കിൽ എന്താ വരിക? 1 1 ആണെങ്കിൽ എന്താ വരിക? അപ്പൊ S1 S0യിൽ 0 0 ആണെങ്കിൽ എന്ത് ചെയ്യണം? I0യിലുള്ള വാല്യൂ നമ്മുടെ ഔട്ട്പുട്ടിലേക്ക് അസൈൻ ചെയ്യാം. ദാറ്റ് ഈസ് ഔട്ട് ഈക്വൽ ടു I0. ആൻഡ് ഇഫ് S1 S0 ഈക്വൽ ടു 0 1, then you have to assign the value in I1 to output. Okay. And if it is 1 0, I2 is given to out, and if it's 1 1, I3 is given to the output. Okay. So that are the 4 different cases. And end case. Case in the കൂടെയുള്ള keyword ആണ് end case. And finally end module. നമ്മളുടെ പറയാം. That is മൾട്ടിപ്ലെക്സറിന്റെ ഔട്ട്പുട്ടിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇതിനകത്ത് ആക്ച്വലി ഈ കേസ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ പറയുന്നത്. ഈ കോൺകാറ്റിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേസ് കോൺകാറ്റിനേറ്റ് ചെയ്ത് നമുക്ക് S1 S0 ഇതാണ് കിട്ടുക. അപ്പൊ ഈ S1 S0ന്റെ വാല്യൂസ് ഏതൊക്കെയാണെന്നുള്ള കേസസ് ആണ് ഇവിടെ ഡിഫൈൻ ചെയ്തത്. അപ്പൊ ഈ കാണുന്ന കാര്യങ്ങൾ എന്താ? S1 S0ന്റെ പോസിബിൾ വാല്യൂസ് ആണ്. ദാറ്റ് ആർ 0 0 0 1 1 0 1 1. അപ്പൊ ഇതിന്റെ മീനിങ് ഇഫ് S1 S0 ഈക്വൽ ടു 0 0 0 out equal to I0. If S1 S0 is I1, that is 0 1, out equal to I1. If S1 S0 equal to 1 0, out equal to I2. And if S1 S0 equal to 1 1, out equal to I3. Okay. ഇനി ഇത് ഡെസിമൽ ആയിട്ട് അല്ലെങ്കിൽ ബൈനറിയിൽ വേണമെങ്കിൽ എനിക്ക് ഇതുപോലെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ. അതായത് 2 ബിറ്റ് ബൈനറി 0 0. അതേപോലെ 2 ബിറ്റ് ബൈനറി എന്ത് ചെയ്യാം? 0 1. സോ അങ്ങനെയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഡെസിമൽ ആയിട്ടോ ബൈനറി ആയിട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് പോലെ. ഓക്കെ. ഇതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. 2 ബിറ്റ് ബൈനറി ബൈനറി 0 0 ഇങ്ങനെയും വേണമെങ്കിൽ എഴുതാം. മനസ്സിലായോ? ഒന്നുകിൽ നമ്പറിനെ ഇതുപോലെ റെപ്രസെന്റ് ചെയ്യാം. 2 ബിറ്റ് ബൈനറി 0 0, 2 ബിറ്റ് ബൈനറി 0 1 1 0 1 1. അല്ലെങ്കിൽ ഡെസിമൽ 0 1 2 3 ഇതുപോലെ എഴുതാം. ഓക്കെ. ഒക്ടൽ ഹെക്സാഡെസിമൽ അങ്ങനെ ഒക്കെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഫസ്റ്റ് മോഡ്യൂളിൽ ഈ നമ്പർ റെപ്രസെന്റേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറന്നുപോയവർ ഒന്നത് നോക്കുക കേട്ടോ. മറന്നുപോയവരെന്നല്ല ആർക്കും ഓർമ്മയുണ്ടായില്ലല്ലോ. അപ്പൊ അതോടൊന്ന് എടുത്ത് നോക്കുക. ക്ലിയർ ആണോ ഈ കോഡ്? കേസ് സ്റ്റേറ്റ്മെന്റിന്റെ യൂസേജ് ആണ് പറഞ്ഞത്. ക്ലിയർ ആണോ? ഓക്കെ. സിമിലർ ആയിട്ട് നിങ്ങൾ സ്വിച്ച് കേസ് യൂസ് ചെയ്തിട്ടില്ലേ സിയില്? ഓക്കെ. സോ ദാറ്റ്സ് അബൌട്ട് കേസ് സ്റ്റേറ്റ്മെന്റ്. ദെൻ സം ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ദർ. നമുക്കിപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന കോഡിനൊന്നും ലൂപ്പിംഗ് ഒന്നും ആവശ്യമില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. വൈൽ, ഫോർ, റിപ്പീറ്റ്, ഫോർ എവർ. ദീസ് ആർ ദ ലൂപ്സ് ഇൻ വെരിലോഗ്. ഒന്ന് പേര് മാത്രം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. വൈൽ ലൂപ്പ് ആണെങ്കിൽ സിയിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ വൈൽ ഇൻ ബ്രാക്കറ്റ് എക്സ്പ്രഷൻ ആൻഡ് ദ സ്റ്റേറ്റ്മെന്റ്സ്. ദാറ്റ് ഈസ് വൈൽ ദ എക്സ്പ്രഷൻ ഇസ് ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും. പിന്നെ അതേപോലെ ഫോർ ലൂപ്പ്, അതും സിക്ക് സിമിലർ തന്നെയാണ്. ഫോർ പിന്നെ ബ്രാക്കറ്റിൽ 3 ടേംസ് ഉണ്ടാവും. എന്താ? ഇനീഷ്യൽ എക്സ്പ്രഷൻ,
then conditional expression, then change in expression, and statement. ഓർക്കുന്നില്ലേ ഫോർ യൂസ് ചെയ്ത് ഇഫ് ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം 10, then ഐ പ്ലസ് പ്ലസ് സ്റ്റേറ്റ്മെന്റ് അല്ലെ. അതായത് ഒന്നുമില്ല, നമ്മൾ ഇനീഷ്യലി ഒരു വാല്യൂ ഉണ്ടാവും വാരിയബിളിന്, ദെൻ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കും. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ ആ ഒരു വാരിയബിൾ ഇൻക്രിമെന്റോ ഡിക്രിമെന്റോ എന്തെങ്കിലും എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യും. അഗൈൻ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് വരെ ഈ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യും. ദാറ്റ് ഇസ് ഫോർ ലൂപ്പ്. ലൂപ്സ് നമുക്ക് നിങ്ങൾക്ക് ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള കോഡിങ്സ് മാത്രമേ ഉള്ളൂ, ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം. അതുകൊണ്ട് തന്നെ അധികം ലൂപ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ബട്ട് വെരിലോഗിൽ ഇതൊക്കെ യൂസ് ചെയ്യാമെന്നും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ബിഹേവിയറൽ മോഡലിംഗിൽ നമുക്ക് ലൂപ്സും കൂടെ പോസിബിൾ ആണ്. ഓക്കെ, അതിൽ വൈല്, ഫോർ, റിപ്പീറ്റ്, ഫോർ എവർ ഇതുപോലെ ഡിഫറെന്റ് ലൂപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം നോക്കൂ അത്. നൗ നെക്സ്റ്റ് നമുക്ക് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞേക്കുന്നത് ഇത്രയേറെ നമ്മൾ ബിഹേവിയറൽ മോഡലിംഗിന്റെ ഇൻട്രൊഡക്ഷനും അതിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി സിലബസിൽ പറഞ്ഞേക്കുന്നത് കോഡിങ്, ഫ്ലിപ്പ് ഫ്ലോപ്സിന്റെ കോഡ്സും അതേപോലെ കൗണ്ടേഴ്സിന്റെ കോഡുമാണ്. ഓക്കെ, ഫ്ലിപ്പ് ഫ്ലോപ്പ് ആൻഡ് കൗണ്ടേഴ്സിന്റെ കോഡാണ് സിലബസിൽ ചെയ്യാനുള്ളത് പറഞ്ഞിട്ടുള്ളത്. ലാബിലും നിങ്ങൾക്ക് അത് ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് ഓരോരോ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കോഡ്സ് ആയിട്ടൊന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് വെരിലോഗ് കോഡ് ഫോർ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, ഫ്ലിപ്പ് ഫ്ലോപ്സിന്റെ കോഡ്സ് ആണ്. അതിൽ ഫസ്റ്റ് വി ആർ കൺസിഡറിങ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്, ദറ്റ് ഈസ് സിമ്പിൾ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പൊ ഇതിൽ ഞാനിപ്പം ഏറ്റവും സിംപ്ലസ്റ്റ് കേസ് കൺസിഡർ ചെയ്തേക്കുന്നത്. ദറ്റ് ഈസ് യു വിൽ ബി ഹാവിംഗ് വൺ ഇൻപുട്ട് ടെർമിനൽ ഡി ഇൻ ആൻഡ് വൺ ക്ലോക്ക് ടെർമിനൽ റെപ്രസെന്റഡ് ആസ് CLK ആൻഡ് വൺ ഔട്ട്പുട്ട് ക്യൂ. ശരിക്കും വൺ ഔട്ട്പുട്ട് അല്ല, ക്യൂ ബാറും കൂടെ ഉണ്ടാവും. ഓക്കെ, ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് ഫസ്റ്റ് കേസ് ഒന്ന് കൺസിഡർ ചെയ്തേ ഉള്ളൂ. സോ ഹിയർ എന്തൊക്കെ വരും? ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞോ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ വരുക? മൊഡ്യൂൾ. സോ മൊഡ്യൂൾ നെയിം കൊടുക്കണം. ദെൻ ബ്രാക്കറ്റിൽ ഏതൊക്കെ വേരിയബിൾസ് എഴുതും? ഏതൊക്കെ വേരിയബിൾസ് വരും പോർട്ട് ലിസ്റ്റില്? സോ മൊഡ്യൂൾ എഴുതാം, മൊഡ്യൂൾ നെയിം, ദെൻ ബ്രാക്കറ്റിൽ എന്തൊക്കെ എഴുതും? ഡി ഇൻ, ക്യൂ, ക്ലോക്ക് കൂടെ വേണ്ടേ? ക്ലോക്കും കൂടെ അതിന്റെ ഇൻപുട്ടാണ്. കാരണം ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസിലാവുമ്പോൾ ക്ലോക്കിന്റെ ഒരു എഡ്ജ് അല്ലേ, ഈ ഒരു കേസിൽ ഇപ്പം ഞാൻ വരച്ചവരാണെങ്കിൽ പോസിറ്റീവ് എഡ്ജ് ആണ് വരച്ചേക്കുന്നത്. സോ ക്ലോക്കിന്റെ പോസിറ്റീവ് എഡ്ജിലാണ് എന്ത് ചെയ്യുക? ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ക്ലോക്കും കൂടെ എന്ത് ചെയ്യണം? നിങ്ങളെ പോർട്ട് ലിസ്റ്റിൽ കൺസിഡർ ചെയ്യണം. ഓക്കെ, സോ ഡി ഇൻ, ക്ലോക്ക് ആൻഡ് so we can write module. I'm giving module name as D1 and port list Q, DIN and clock. Right? Next, എന്താ ചെയ്യണ്ടേ? നിങ്ങൾ മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞു, ടൈപ്പ് ചെയ്യുന്നത്ര സമയം വേണ്ടല്ലോ. നെക്സ്റ്റ് സ്റ്റെപ്പ് ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതണം. ഓക്കെ, ഔട്ട്പുട്ട് ക്യൂ, ഇൻപുട്ട് ക്ലോക്ക് ആൻഡ് DIN. ഓക്കെ, സോ ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യൂ, ഇൻപുട്ട്. പിന്നെ വൺ മോർ തിങ്, ഔട്ട്പുട്ട് ഡിക്ലെയർ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഔട്ട്പുട്ട് ഏത് ടൈപ്പ് ആക്കണം? ഡാറ്റ ടൈപ്പ് രജിസ്റ്റർ ആയിട്ടും കൂടി ഡിക്ലെയർ ചെയ്യണം. സോ ഔട്ട്പുട്ട് ക്യൂ, രജിസ്റ്റർ ക്യൂ, ഇൻപുട്ട് DIN. ആ സ്റ്റെപ്പ് മറന്നു പോകാൻ പാടില്ല കേട്ടോ. ഔട്ട്പുട്ട് ഓൾവേസ് ബിഹേവിയറൽ മോഡലിംഗ് നിങ്ങളുടെ ഔട്ട്പുട്ട് എന്തായിരിക്കണം? ദാറ്റ് ഷുഡ് ബി ഡിക്ലെയർഡ് ആസ് രജിസ്റ്റർ ഡാറ്റ ടൈപ്പ്. ഓക്കെ, നെക്സ്റ്റ് എന്താ വരുക? സോ ഡിക്ലറേഷൻ പാർട്ട് കംപ്ലീറ്റ് ആയി. ഇനി നമ്മുടെ സർക്യൂട്ട് ഡിസ്ക്രിപ്ഷൻ എങ്ങനെ എഴുതും? നെക്സ്റ്റ് എന്താ വരിക? എന്താ വരണ്ടേ? നമ്മുടെ പ്രൊസീജിയറൽ ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ആദ്യം ഏത് കീവേഡ് യൂസ് ചെയ്യണം?
always at. Okay, so here we can write, sorry, clock always at positive edge of clock. അപ്പോൾ ആ പോസിറ്റീവ് എഡ്ജ് ഓഫ് ക്ലോക്കിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് ഈ പോസ്റ്റ് എഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, നെഗറ്റീവ് എഡ്ജ് ആണെങ്കിൽ നെഗ് എഡ്ജ് ചെയ്തു. ഓക്കെ, അതും കീവേഡ് ആണ് കേട്ടോ, പോസ്റ്റ് എഡ്ജ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് പോസിറ്റീവ് എഡ്ജ് ഓഫ് ക്ലോക്ക്. ഓക്കെ, ആ പോസ്റ്റ് എഡ്ജ് നെഗ് എഡ്ജ് എല്ലാം എന്താണ് നമ്മുടെ വെരിലോഗിലുള്ള കീവേഡ്സ് ആണ്. സോ പോസ്റ്റ് എഡ്ജ് ഓഫ് ക്ലോക്ക്. ഇവിടെ ഡീനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ, ഡി ചേഞ്ച് ചെയ്താലും ക്ലോക്കിന്റെ പോസിറ്റീവ് എഡ്ജ് വന്നാലേ എന്ത് ചെയ്യുള്ളൂ, ആ ഇൻപുട്ടിലുള്ള ചേഞ്ച് ഔട്ട്പുട്ടിലേക്ക് എത്തുള്ളൂ. ഓക്കെ, ഡി ചേഞ്ച് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യില്ല, ക്യൂ വാരി ചെയ്യില്ല. ക്യൂ വാരി ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ക്ലോക്കിന്റെ പോസിറ്റീവ് എഡ്ജ് വേണം. ബിക്കോസ് ഇറ്റ് ഈസ് പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, സോ ആ സെൻസിറ്റിവിറ്റി ലിസ്റ്റിൽ വി ക്യാൻ ഇൻക്ലൂഡ് പോസിറ്റീവ് എഡ്ജ് ഓഫ് ക്ലോക്ക്. പോസിറ്റീവ് എഡ്ജ് ഓഫ് ക്ലോക്കിൽ എന്താ സംഭവിക്കേണ്ടത്, ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും, Q equal to D ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാ, പറയടോ. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എങ്ങനെ കിട്ടുക, ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഡി ഇൻ 0 ആണെങ്കിൽ ക്യൂ എന്തായിരിക്കും. നമുക്ക് ഇൻപുട്ട് ഒന്നെങ്കിൽ ഡി ഒറ്റ ഇൻപുട്ടേ ഉള്ളൂ, ദാറ്റ് ക്യാൻ ബി എയ്തർ 0 or 1. 0 ആണെങ്കിൽ 0 ആയിരിക്കും, 1 ആണെങ്കിലോ, ഇൻപുട്ട് 1 ആണെങ്കിൽ ഡി ഇൻ 1 ആണെങ്കിൽ ക്യൂ എന്തായിരിക്കും, that means D ൽ എന്താണുള്ളത്, that will be the output. So how can we write the code? We can have this always at positive edge of clock begin Q equal to D in. Okay, for D ൽ എന്താണുള്ളത്, that should be given to Q at positive edge of clock. ആ ബിഗിന്റെ എന്താണത്, then finally we can give end module. Okay, ഇനി ഇൻ കേസ് ക്യൂ ബാറും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു, ആ പോർട്ട് ലിസ്റ്റിൽ നമുക്കിവിടെ പോർട്ട് ലിസ്റ്റിൽ ക്യൂ ബാറും കൂടെ കൊടുക്കാം, ഔട്ട്പുട്ട് ക്യൂ ബാർ കൊടുക്കാം, രജിസ്റ്റർ ടൈപ്പ് ആക്കിയിട്ട് അത് ഡിക്ലെയർ ചെയ്യണം. പിന്നെ ഈ ക്യൂ ഈക്വൽ ടു ഡീൻ കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ ക്യൂ ബാർ ഈക്വൽ ടു എന്ത് ചെയ്യാം, നോട്ട് ഓഫ്. അത് എപ്പോഴും ഇനി അവിടെ ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പറയാം, ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ ക്യൂ, ഇനിയിപ്പോൾ ഈ ഒരു കോഡിൽ ഞാൻ ക്യൂ ബാർ കൺസിഡർ ചെയ്തിട്ടില്ല. If you are considering Q bar also, okay, so we have to declare here. ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ ഇതിന്റെ കൂടെ എന്ത് ചെയ്യേണ്ടി വരും, ഒരു ക്യൂ ബാറും കൂടെ ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, ദെൻ ഔട്ട്പുട്ടിൽ ക്യൂവിന്റെ കൂടെ എന്ത് ചെയ്യണം, ക്യൂ ബാറും കൂടെ എഴുതണം. അതേപോലെ രജിസ്റ്റർ ടൈപ്പ് ആക്കിയിട്ട് ക്യൂ ബാറിന് ഡിക്ലെയർ ചെയ്യണം. ഇത്രയും പാർട്ട് അവിടെ വരും. ദെൻ ഇവിടെ എന്ത് വരും, ഈ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ക്യൂ ബാർ ഈക്വൽ ടു നോട്ട് ഓഫ് ക്യൂ. കൊടുത്തൂടെ, ഓക്കെ. ഇത് ബ്ലോക്കിംഗ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ എന്താണ്, ബ്ലോക്കിംഗ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ ആ ഡി വന്നു കഴിഞ്ഞിട്ട്, അതായത് നമ്മൾ ഈക്വൽ ടു കൊടുത്തത് ബ്ലോക്കിംഗ് നോൺ ബ്ലോക്കിംഗ് ഓർമ്മയില്ല, ഇങ്ങനെ കൊടുത്താൽ ബ്ലോക്കിംഗ് ആണ്, ഇതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നോൺ ബ്ലോക്കിംഗ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ്, ഈ ഡി ഈക്വൽ ടു ഡി ഇൻ ഈക്വൽ ടു ക്യൂ, അത് ചെയ്ത് കഴിഞ്ഞിട്ടേ ഇത് നടക്കുള്ളൂ. സോ ക്യൂവിന്റെ കോംപ്ലിമെന്റ് എടുത്താൽ മതി. നോൺ ബ്ലോക്കിംഗ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ക്യൂ ഈക്വൽ ടു ഡി ഇൻ, അതേ സമയത്ത് തന്നെ ക്യൂ ബാർ ഈക്വൽ ടു നോട്ട് ഓഫ് ഡി ഇൻ, ഇങ്ങനെ കൊടുക്കേണ്ടി വരും. കാരണം ഇത് പാരലായിട്ട് നടക്കും. അപ്പൊ ഡി ഇൻ എന്താണോ അത് ക്യൂയിലേക്കും ഡി ഇൻ ബാർ ക്യൂ ബാറിലോട്ടും. ഇങ്ങനെയാണ് കൊടുക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, നോട്ട് ക്യൂ എന്ന് കൊടുക്കാം. ബിക്കോസ് ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം എന്ത് ചെയ്യുള്ളൂ, നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പൊ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അതിനാണ് നമ്മൾ ആ ഈക്വൽ ടു, ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതായത് ബ്ലോക്കിംഗ് ആൻഡ് നോൺ ബ്ലോക്കിംഗ് അസൈൻമെന്റ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ കേസ് ഫോർ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്. ക്ലിയർ ആണോ?
ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആണോ? എല്ലാവരുടെ പേരെടുത്ത് ചോദിക്കേണ്ടി വരുവാ? ഓക്കെ. നൗ നെക്സ്റ്റ് സെയിം ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ തന്നെ വേറൊരു കേസ് കൺസിഡർ ചെയ്യാണ്. റീസെറ്റും കൂടെ ഉണ്ടെങ്കിൽ നമ്മളിപ്പം ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൽ കൺസിഡർ ചെയ്യുമ്പോൾ റീസെറ്റ് ഒന്നും കൺസിഡർ ചെയ്തില്ല അല്ലെ, ഡിനും ക്ലോക്കും മാത്രമേ കൺസിഡർ ചെയ്തുള്ളൂ. ഇനി നമുക്കറിയാം ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന് എന്തുണ്ട്, റീസെറ്റ് ക്ലിയർ എന്ന് പറഞ്ഞ പോലെ അസിൻക്രണസ് ഇൻപുട്സും കൂടെ അവൈലബിൾ ആണ്. ഓക്കെ. സോ നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് തന്നെ. ഓക്കെ, ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് തന്നെ വിത്ത് പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്. Okay, that is, we will be having a clock and the input Q output, and one more terminal we are considering reset. This preset and clear are there, alle? So reset ഉണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? റീസെറ്റ് ആക്ടിവേറ്റ് ചെയ്താൽ ഔട്ട്പുട്ട് എപ്പോഴും 0 ആയിരിക്കും. അതായത് ക്ലോക്ക് വന്നാലും ഇൻപുട്ടിൽ എന്ത് വാല്യൂ വന്നു കഴിഞ്ഞാലും എന്തായിരിക്കും? റീസെറ്റ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ Q വിൽ ബി ഈക്വൽ ടു 0 ഓൾവേസ്. അതർവൈസ് എന്താണ് വേണ്ടത്? Q വിൽ ബി ഈക്വൽ ടു D. മനസ്സിലായോ? അപ്പൊ റീസെറ്റും കൂടെ വരുമ്പം ഇതിൽ വരാൻ പോകുന്ന ചേഞ്ച് എന്താണ്? നേരത്തെ നമ്മൾ സിംപ്ലി ക്ലോക്കിന്റെ പോസിറ്റീവ് എഡ്ജിൽ Q ഈക്വൽ ടു D കൊടുത്തു. ഇവിടെ ഇനി റീസെറ്റും കൂടെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ റീസെറ്റ് ആക്ടിവേറ്റഡ് ആണെങ്കിൽ ഇൻഡിപെൻഡന്റ് ഓഫ് ഡി ഔട്ട്പുട്ട് വിൽ ബി ഓൾവേസ് ഈക്വൽ ടു 0. അതർവൈസ് റീസെറ്റ് ആക്ടിവേറ്റഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇൻപുട്ടിൽ എന്താണോ ഉള്ളത് അത് ഔട്ട്പുട്ടിൽ കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും? ഒരു ഇഫ് എൽസ് കണ്ടീഷൻ യൂസ് ചെയ്യേണ്ടി വരും. കാരണം റീസെറ്റ് നോക്കണം. അപ്പൊ റീസെറ്റ് ആക്ടിവേറ്റഡ് ആണെങ്കിൽ Q ഈക്വൽ ടു 0, നോട്ട് ആക്ടിവേറ്റഡ് ആണെങ്കിൽ Q ഈക്വൽ ടു D. മനസ്സിലായോ? അപ്പൊ കോഡ് ആ രീതിയിലാണ് ചേഞ്ച് ചെയ്യാം. എന്നിട്ട് എങ്ങനെ എഴുതുന്ന നോക്കുക. So initially declaration part, module D flip flop, we are using clock, reset, D and Q. Okay, so that there are the signals used, and our inputs are clock, reset and D, and output is Q, and you can declare it as register data type. Okay, so this is the declaration part. Now coming to the description part, always at positive edge of clock or positive edge of reset. ഈ റീസെറ്റും നമുക്ക് 1-0 അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ഒരു ക്ലോക്ക് സിഗ്നൽ പോലെയും കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ആ റീസെറ്റ് ഹൈ ആവുന്ന, പോസിറ്റീവ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഹൈ ആവുന്ന ടൈമിലാണ്. അപ്പൊ റീസെറ്റ് ചേഞ്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്താണ് ക്ലോക്കിനും റീസെറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഔട്ട്പുട്ട് മാറുന്നുണ്ട് അല്ലേ. സെൻസിറ്റീവ് ലിസ്റ്റിൽ ഇവിടെ ക്ലോക്ക് മാത്രം ഇൻക്ലൂഡ് ചെയ്താൽ പോരാ, റീസെറ്റിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അതും കൂടെ റിഫ്ലക്ട് ചെയ്യണം. സോ പോസിറ്റീവ് എഡ്ജ് ഓഫ് ക്ലോക്ക് ഓർ പോസിറ്റീവ് എഡ്ജ് ഓഫ് റീസെറ്റ് ഇവിടെ യൂസ് ചെയ്തു. ഓൾവേസ് സെറ്റിൽ സെൻസിറ്റിവിറ്റി ലിസ്റ്റിൽ യൂസ് ചെയ്തു. ഓർമ്മിക്കണേ, ഓൾവേസിന്റെ ഒരിക്കലും സെമിക്കോളൻ ഉണ്ടാവില്ല ഓൾവേസിന്റെ എൻഡിൽ. ഓക്കെ, സോ വാട്ട് ഷുഡ് ബി ഡൺ? ഇഫ് റീസെറ്റ്, ഓക്കെ, ഇഫ് റീസെറ്റ് Q ഈക്വൽ ടു 0, ഇത് എന്താന്ന് പറയാം. എൽസ് Q ഈക്വൽ ടു D. നോൺ ബ്ലോക്കിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്റെ മോഡ്യൂൾ ഇതെന്താണെന്നറിയോ? നമ്മളിവിടെ പോസിറ്റീവ് എഡ്ജ് ഓഫ് റീസെറ്റ് എന്ന് കൊടുത്തില്ലേ? പോസിറ്റീവ് എഡ്ജ് ഓഫ് റീസെറ്റ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? റീസെറ്റ് ഹൈ ആവുമ്പോൾ മാത്രമാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇഫ് റീസെറ്റ് അതിന്റെ മീനിങ് റീസെറ്റിന്റെ പോസിറ്റീവ് എഡ്ജ് ആണെങ്കിൽ, ഓക്കെ, ഇപ്പൊ റീസെറ്റ് ഹൈ ആണെങ്കിൽ ആക്ടിവേറ്റ് ആവുന്നു, അങ്ങനെയാണെങ്കിൽ ക്യൂവിന്റെ വാല്യൂ 0 ആയിരിക്കണം. ഓക്കെ, ഇനി നിങ്ങളുടെ പോസിറ്റീവ് എഡ്ജ് എന്ന് കൊടുത്തില്ല എന്ന് വിചാരിച്ചോ, ഇത് കൊടുത്തിട്ടില്ല എന്ന് വിചാരിച്ചോ, ഇങ്ങനെയും കൊടുക്കാം, പോസിറ്റീവ് എഡ്ജ് ഓഫ് ക്ലോക്ക് ഓർ റീസെറ്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈഫിന്റെ ബ്രാക്കറ്റിനകത്ത് എന്ത് എഴുതണം? ഈഫ് റീസെറ്റ് ഈക്വൽ ടു 1. മനസ്സിലായോ? ഇവിടെ പോസിറ്റീവ് എഡ്ജ് എന്ന് എഴുതിയില്ലെങ്കിൽ ഇതുപോലെ എഴുതാം, ഓൾവേസ് അറ്റ് പോസിറ്റീവ് എഡ്ജ് ഓഫ് ക്ലോക്ക് ഓർ റീസെറ്റ് എന്ന് എഴുതാം. ദെൻ അങ്ങനെയാണെങ്കിൽ ഇവിടെ RST എന്ന് മാത്രം എഴുതിയാൽ പോരാ. അങ്ങനെയാണെങ്കിൽ RST ഈക്വൽ ടു 1 ആണെങ്കിൽ അത് ആക്ടിവേറ്റ് ചെയ്യുന്നു, Q0 കൊടുക്കുന്നു. അല്ലാത്ത കേസിലൊക്കെ എന്തായിരിക്കും? ഡി ഇൻപുട്ട് എന്താണോ അത് ക്യൂയിലേക്ക് അസൈൻ ചെയ്യാന്നുള്ള രീതിയിൽ നമുക്ക് കോഡ് എഴുതാം. ഇവിടെ നമ്മൾ ഈക്വൽ ടു 1 കൊടുക്കാത്തത് ഇവിടെ പോസിറ്റീവ് എഡ്ജ് ഓഫ് റീസെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പോസിറ്റീവ് എഡ്ജ് ഓഫ് റീസെറ്റിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ പറയുന്ന RST ആക്ടിവേറ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ RST ആക്ടിവേറ്റ് ആണെങ്കിൽ ഇവിടെ പോസിറ്റീവ് എഡ്ജ് കൊടുത്തോണ്ടാണ് നമ്മൾ ഈക്വൽ ടു 1 എഴുതാത്തത് കേട്ടോ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ
അതുപോലെ എഴുതണ്ട, ഇതേപോലെ എഴുതിയാലും മതി. ദാറ്റ് ഈസ് ഇവിടെ പോസിറ്റീവ് എഡ്ജിന് എഴുതാണ്ട് വേണമെങ്കിൽ RST എന്ന് മാത്രം എഴുതുക. എന്നിട്ട് if RST equal to 1, Q equal to 0, otherwise else Q equal to D. ആ രീതിയിലും എഴുതാം. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം, മനസ്സിലാക്കാൻ എളുപ്പമുള്ളത് ആ രീതിയിൽ എഴുതിക്കോട്ടാ. ഇത്രയേ ഉള്ളൂ, കാര്യം ഇത്രയേ ഉള്ളൂ. റീസെറ്റ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കണം? Q should be 0, otherwise Q equal to D. അതാണ് നമ്മുടെ പ്രോഗ്രാം ലോജിക് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? Okay. Now we can move on to T flip-flop. Okay. So T flip-flop, ആദ്യം നിങ്ങൾ ഒരു കോഡ് എഴുതുന്നതിന് മുന്നേ അതിന്റെ വർക്കിംഗ് ഒന്ന് ആലോചിച്ച് നോക്കുക. T flip-flopന് you will be having one input T and one clock will be there and output Q. Okay. And output is ഈ ടീന്റെ കണ്ടീഷൻ എങ്ങനെയായിരുന്നു? ആദ്യം അത് ഓർമ്മിക്കണം. നമുക്ക് കോഡ് എഴുതണമെങ്കിൽ ഇതിന്റെ വർക്കിംഗ് അറിയണം. അതിന്റെ വർക്കിങ്ങിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കോഡ് എഴുതുന്നത്. അതായത് ഈ ടീ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതേ ഔട്ട്പുട്ട് നമുക്ക് കോഡ് എഴുതിയാൽ കിട്ടണം. ടീന്റെ എങ്ങനെയായിരുന്നു കേസ്? ടീന്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരുന്നു? T equal to 1 ആണെങ്കിൽ എന്താണ്? ടോഗിൾ മോഡിൽ ഓപ്പറേറ്റ് ചെയ്യണം. T equal to 0 ആണെങ്കിൽ സെയിം സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതാണ് നമ്മുടെ T ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ വർക്കിംഗ് അല്ലെ. അതായത് T equal to 1 ആണെങ്കിൽ എന്താണ്? ഇപ്പൊ എന്താണോ ഔട്ട്പുട്ട് ഉള്ളത് അതിന്റെ കോംപ്ലിമെന്റ് കിട്ടണം. 0 ആണെങ്കിൽ 1, 1 ആണെങ്കിൽ 0 കിട്ടണം. T equal to 0 ആണെങ്കിൽ പ്രീവിയസ്ലി എന്താണോ ഔട്ട്പുട്ട് ഉള്ളത് അത് തന്നെയായിരിക്കും നെക്സ്റ്റ് സ്റ്റേറ്റും കിട്ടുക. ഓക്കെ. ഈ ഫംഗ്ഷൻ അറിയണേ. ഒന്നിന്റെ ഫംഗ്ഷൻ അറിയാണ്ട് നിങ്ങൾക്ക് കോഡ് എഴുതാൻ പറ്റൂല. Okay, so we can see. So module T flip-flop, clock T and Q. There are the port list, and clock and T are the input, and Q is the output, register output. Okay. അതിന്റെ കൂടെ ഇനീഷ്യൽ വാല്യൂ, അതായത് ഇവിടെ നമുക്ക് പ്രീവിയസ്ലി ഉള്ള ക്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്, വാല്യൂ പറയാൻ പറ്റുള്ളൂ അല്ലെ. അതായത് T equal to 1 ആണെങ്കിൽ ടോഗിൾ ചെയ്യണം. മീൻസ് ടോഗിൾ ചെയ്യാൻ മീൻസ് നമുക്ക് നേരത്തെയുള്ള ക്യൂ എന്താണോ ആ ക്യൂവിന്റെ ബാർ കിട്ടണം, കോംപ്ലിമെന്റ് കിട്ടണം. T equal to 1 ആണെങ്കിൽ. T equal to 0 ആണെങ്കിൽ അതൊരു ചേഞ്ചും ഉണ്ടാവില്ല, ആ ക്യൂ തന്നെ കിട്ടും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താണ് വാല്യൂ അസൈൻ ചെയ്യണമെങ്കിൽ ഇനീഷ്യലി ഉള്ളൊരു വാല്യൂ അറിയണം. ഓക്കെ. സോ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തത്, ഇനീഷ്യൽ വാല്യൂ ഓഫ് ക്യൂ എന്ത് ചെയ്യാം, ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതെന്താ മീൻ ചെയ്യുന്നത്? 1D0 എന്ന് എഴുതിയിട്ടില്ല. ദാറ്റ് ഈസ് സിംഗിൾ ബിറ്റ് ഡെസിമൽ 0. ദാറ്റ് ഈസ് ഡെസിമൽ 0നെ സിംഗിൾ ബിറ്റിൽ റെപ്രസെന്റ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ ഇനീഷ്യലി Q equal to 0 എന്നുള്ള വാല്യൂ അവിടെ അസൈൻ ചെയ്യുകയാണ്, ഇനീഷ്യലൈസ് ചെയ്ത് വെക്കുകയാണ്. അതായത് അസ്യൂം ചെയ്യാണ് ഇനീഷ്യലി Q equal to 0 ആണെന്ന്. കാരണം അത് അറിഞ്ഞാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒന്നുകിൽ Q ബാർ എടുക്കണം അല്ലെങ്കിൽ Q തന്നെ കൊടുക്കണം T ഔട്ട്പുട്ടിന് അല്ലേ. സോ അത് ഇടണമെങ്കിൽ നമുക്ക് ഇനീഷ്യൽ ഒരു വാല്യൂ വേണ്ടി വരും. സോ വി ആർ ടേക്കിംഗ് ഇനീഷ്യൽ വാല്യൂ ആസ് 0. ഓക്കെ. Now coming to the code section. Always at positive edge of clock or T. So clock ചേഞ്ച് ഉണ്ടായാലും ടിയിൽ ചേഞ്ച് ഉണ്ടായാലും നമുക്ക് എന്ത് ചെയ്യണം, ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യണം. Then begin if T. Okay. If that means if T എന്ന് എഴുതിയ T equal to 1 ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ T equal to 1 തന്നെ എഴുതിക്കോ, അതിന്റെ കൺഫ്യൂഷൻ ആവണ്ട. ഇതിനെ കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ മീൻ ചെയ്യുന്നത് if T equal to 1. നിങ്ങൾ അങ്ങനെ തന്നെ എഴുതിക്കോ, ഒരു കൺഫ്യൂഷൻ ആണ്. If T equal to 1, then Q equal to not Q. That is ടോഗിൾ ചെയ്യണം. T equal to 1 ആണെങ്കിൽ എന്താണോ നേരത്തെ ക്യൂലുള്ള വാല്യൂ അത് ചേഞ്ച് ചെയ്യണം, കോംപ്ലിമെന്റ് എടുക്കും. ഓക്കെ. എൽസ് എന്താ കേസ് വരിക? എൽസ് Q equal to Q itself. Right. That is the end of begin and end module.
മനസ്സിലായോ? ഓക്കെ, ഇതിലും സെൻസിറ്റിവിറ്റി ലിസ്റ്റിൽ ടി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടെ ശരിക്കും പോസിറ്റീവ് എഡ്ജ് ഓഫ് ക്ലോക്ക് മതി. എന്തായാലും ക്ലോക്കിന്റെ എഡ്ജിൽ മാത്രമേ ചേഞ്ച് വരുള്ളൂ. ഓക്കെ, അത് എഴുതിയാലും ഇല്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. ദെൻ നെക്സ്റ്റ് ഇസ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ്. അതും കൂടെ പറഞ്ഞ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. SR ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസ് നോക്കാം. SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ഒന്ന് ഓർക്കുക. കോഡ് എഴുതുന്നതിന് മുന്നേ നിങ്ങൾ എല്ലാത്തിന്റെയും കോഡ് എഴുതുന്നതിന് മുന്നേ എന്ത് ചെയ്യുക? ആദ്യം ആ ഒരു ബ്ലോക്ക് എന്താണ്, എന്തൊക്കെയാണ് ഇൻപുട്ടും ഔട്ട്പുട്ടും വരുന്നത്, അതേപോലെ ഓരോ ഇൻപുട്ട് കണ്ടീഷനിൽ എന്തൊക്കെയാണ് ഔട്ട്പുട്ട് വരുന്നത്, ഇത്രയും കാര്യങ്ങളൊന്ന് ആദ്യം ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, സോ എസ് ആർ, ഐ എം കൺസിഡറിങ് ക്യൂ, ക്ലോക്ക് വിൽ ബി ദർ. ഓക്കെ, ഇത്രയും കൺസിഡർ ചെയ്യുന്നു. ദെൻ ഇതിന്റെ ഫംഗ്ഷൻ ഒന്ന് ഓർത്ത് വയ്ക്കുക. ദാറ്റ് ഈസ് നമ്മുടെ എങ്ങനെയായിരുന്നു നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത്? S equal to 0, R equal to 0 ആണെങ്കിൽ ക്യൂവിൽ എന്താണോ ഉള്ളത് അത് തന്നെ കിട്ടും അല്ലെ? ഇനി S equal to 0, R equal to 1 ആണെങ്കിൽ that is reset condition, that is output will be equal to 0. S equal to 1, R equal to 0 ആണെങ്കിൽ set condition, output equal to 1. And if both are equal to 1, that is don't care, invalid condition. This is the truth table corresponding to SR flip flop. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിനൊരു കോഡ് നോക്കാം. ഫസ്റ്റ് മൊഡ്യൂൾ SR, ഇൻപുട്സ് SR, ക്ലോക്ക്, പിന്നെ ക്യൂവും ക്യൂ ബാറും. ഓക്കെ, ഈ കേസിൽ ക്യൂ ബാറും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ശരിക്കും ക്യൂ ബാറും കൂടെ ഉണ്ടാവും ഫ്ലിപ്പ് ഫ്ലോപ്പിന്. പിന്നെ മറ്റേതിൽ നമുക്ക് കോംപ്ലിക്കേഷൻ വേണ്ടെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഒഴിവാക്കിയതാണ്. ക്യൂ ബാറിനെ ക്യൂബി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, സ്മോൾ ലെറ്റർ ആർ. സോ SR ക്ലോക്ക്, ഇൻപുട്ട്, ക്യൂ ആൻഡ് QB ഔട്ട്പുട്ട്. ഓക്കെ, ഇതിന്റെ കോഡാണ് എഴുതാൻ പോകുന്നത്. You can see input SR clock and output Q and QB, and you have to declare it as register also, register Q, QB. And next thing is here also, see, we have to declare a value, we have to set an initial value. Okay, അപ്പൊ അങ്ങനെ ഒരു ഇനീഷ്യൽ വാല്യൂ സെറ്റ് ചെയ്യാൻ വേണമെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ നിങ്ങൾക്ക് ക്യൂവിൽ തന്നെ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു വാരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, ആ രജിസ്റ്ററിന്റെ കേസ് ഞാൻ പറയാം. ഇത് ചെയ്തേക്കുന്നത് ദാറ്റ് ഈസ്, ഇത് നമ്മൾ ഇനീഷ്യലി ഒരു വാല്യൂ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് QP എന്ന് പറഞ്ഞൊരു വാരിയബിൾ പുതുതായിട്ട് ഡിക്ലെയർ ചെയ്യാണ്. അത് ബയർ QP എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. എന്ന് വെച്ചാൽ നമുക്കൊന്നുമില്ല, ക്യൂവിന് എടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ കേസ് നമ്മൾ ഇനീഷ്യലി ക്യൂവിന് തന്നെ വാല്യൂ സെറ്റ് ചെയ്തില്ലേ, അതിന് പകരം ഇവിടെ വേറൊരു വാരിയബിൾ യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. അങ്ങനെയും ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഓരോന്നിനും ഇങ്ങനെയും യൂസ് ചെയ്യാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്നിനും ഓരോ രീതി ചെയ്യുന്നത് കേട്ടോ. QP ഈക്വൽ ടു എന്താ വരുന്നത്? 0 ആണ്. 1 ബിറ്റ് ബൈനറി 0. ഒരു ഇനീഷ്യൽ വാല്യൂ സെറ്റ് ചെയ്തു. ഇനി എസും ആറും രജിസ്റ്റർ ആയിട്ട് കൊടുത്തേക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് കേസ് സ്റ്റേറ്റ്മെന്റിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത് ഞാൻ പറയാം. ഓൾവേസ് അറ്റ് പോസിറ്റീവ് എഡ്ജ് ഓഫ് ക്ലോക്ക്. സോ ക്ലോക്കിന്റെ പോസിറ്റീവ് എഡ്ജിൽ എന്താണ്? ബിഗിൻ SR. ദാറ്റ് ഈസ് SR എന്നുള്ളത് എന്ത് ചെയ്യാം? എസിലെയും ആറിലെയും കണ്ടൻസ്. ഓക്കെ, എസിലെയും ആറിലെയും ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താ മീനിങ്? എസിലുള്ളയും ആറിലുള്ളയും കണ്ടൻസിനെ കോൺകാറ്റിനേറ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒന്നെങ്കിൽ 00 അല്ലെങ്കിൽ 01, 10 അല്ലെങ്കിൽ 1 ഇങ്ങനെ വാല്യൂ നമുക്ക് പെയർ ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി ആ SRന് വേണ്ടിയിട്ടാണ് ഇവിടെ ആക്ച്വലി ഈ ഒരു രജിസ്റ്റർ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ SR എന്ന് പറഞ്ഞാൽ ഞാൻ അഡീഷണൽ വാരിയബിൾ യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ. ഓക്കെ, ആ SR ആണ് ഇവിടെ ഡിക്ലെയർ ചെയ്തേക്കുന്നത്. അതൊരു രജിസ്റ്റർ ആയിട്ടാണ്, 2 ബിറ്റ് രജിസ്റ്റർ. ഓർമ്മയുണ്ടോ? രജിസ്റ്റർ ഡിക്ലറേഷൻ ഓർക്കുന്നുണ്ടോ? രജിസ്റ്റർ ഡിക്ലറേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10 എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? 2 ബിറ്റ് ആണ്. ഓക്കെ, 2 ബിറ്റ് രജിസ്റ്റർ SR ഡിക്ലെയർ ചെയ്യുന്നു. ദെൻ ആ SRലേക്ക് ഏത് വാല്യൂ കൊടുക്കുന്നത്? ഇത് കോൺകാറ്റിനേറ്റ് ചെയ്ത വാല്യൂ, എസിന്റെയും ആറിന്റെയും വാല്യൂ ഇതേപോലെ കോൺകാറ്റിനേറ്റ് ചെയ്തിട്ട് ഈ 2 ബിറ്റ് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നു. എന്ന് വെച്ചാൽ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ SR എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു 2 ബിറ്റ് സെൽ ഉണ്ടാവും. ഇതാണ് SR എന്ന് പറയുന്നത്. ഇതിലേക്ക് നമ്മുടെ എസിന്റെയും ആറിന്റെയും വാല്യൂ കൊണ്ടുപോയിട്ട് ഇതുപോലെ സ്റ്റോർ ചെയ്യാം. ഓക്കെ, ഓക്കെ, നമുക്ക് ബാക്കി ആഫ്റ്റർനൂൺ കണ്ടിന്യൂ ചെയ്യാം. ടൈം ആയില്ലേ? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? ഒന്ന് ഈ രജിസ്റ്ററിന്റെയും ഈ സ്ട്രക്ചറും നമ്പറിന്റെ ഫോർമാറ്റ് ഒക്കെ ഒന്ന് നോക്കുക കേട്ടോ. ചെയ്യുമ്പോഴേക്ക് നെക്സ്റ്റ് 2 മണിയുടെ അവറും കൂടെ ഉണ്ട്. അപ്പൊ അതിന് മുന്നേ നിങ്ങൾ ഈ നമ്പർ റെപ്രസെന്റേഷൻ, ഈ 1B0 എന്ന് പറയുന്ന നമ്പർ റെപ്രസെന്റേഷനും
അതേപോലെ ഈ രജിസ്റ്റർ ഡിക്ലറേഷൻ നമുക്ക് ഇനിയുള്ള കൗണ്ടറിന്റെ കോഡിനൊക്കെ ആവശ്യമുണ്ട്. അപ്പൊ ഈ രജിസ്റ്റർ പാർട്ടിലും ഈ 10 20 30 എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, എങ്ങനെയായിരുന്നു എന്ന് ഒന്ന് നോക്കിയേക്കണേ, അല്ലെ പിന്നെ കൗണ്ടറിന്റെ കോഡ് മനസ്സിലാവില്ല. ഓക്കെ, സോ നമുക്ക് ആഫ്റ്റർനൂൺ കണ്ടിന്യൂ ചെയ്യാം. സ്റ്റോപ്പ് ചെയ്യാം.